അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഒരാഴ്ചയോളമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിന് കീഴിൽ ചികിത്സയുടെ പുരോഗതി തുടർച്ചയായി വിലയിരുത്തി വരികയാണ്. വിവരങ്ങളുമായി റമീസ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. റമീസ, 12 വയസ്സുകാരന്റെ സ്ഥിതി ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. എന്താണ് ആരോഗ്യ വിഭാഗവും ഡോക്ടർമാരും പറയുന്നത്? അഞ്ജന, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാമനാട്ടുകര നഗരസഭയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ കുട്ടിയെ കലശലായ ഛർദിയും തലവേദനയും ബാധിച്ച അവശതയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് പുതുശ്ശേരിയിലെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. നിലവിൽ കുട്ടി ഒരാഴ്ചയ്ക്ക് മുകളിലായി ഈ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കുട്ടി ഇതുവരെയും തന്നെ മരുന്നിനോട് പ്രതികരിക്കാത്ത അവസ്ഥയിലാണെന്നാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്നാൽ വലിയ രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാരും ഹോസ്പിറ്റൽ അധികൃതരും ഒരുക്കിയിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിന് കീഴിൽ ചികിത്സയുടെ പുരോഗതിയും തുടർച്ചയായി വിലയിരുത്തി വരികയാണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ 7 വർഷത്തിനിടെ 6 പേർക്ക് മാത്രം ബാധിച്ചിരുന്ന ഒരു രോഗമായിരുന്നു ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം. എന്നാൽ അടുത്തിടെ 2 മാസത്തിനിടെ സംസ്ഥാനത്ത് 3 കുട്ടികൾക്കാണ് ഈ ഒരു രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് ഇതിലൊരു ആശങ്ക ഉള്ളത്. എന്നാൽ ഇതൊരു ആശ്വാസകരമായിട്ടുള്ളത് ഇവർക്കൊക്കെയും തന്നെ ഈ രോഗം വരാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുളിച്ച മറ്റുള്ളവർക്കൊന്നും തന്നെ നിലവിൽ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. നിലവിൽ 3 കുട്ടികളിൽ 2 പേർക്ക് ഓരോ കുളത്തിൽ നിന്നും ഒരാൾക്ക് കടലും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന 12 വയസ്സുകാരന്റെ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. മൃഗങ്ങളാണ് റമീസ കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്.